അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ അവൻ്റെ അടിമകളുടെ ഭാഗത്തിൽ നിന്ന് സാധാരണയായി സംഭവിക്കാറുണ്ട്. ഭൂരിഭാഗം ആളുകളും പലപ്പോഴും അള്ളാഹു തആലാൻ്റെ നിയമങ്ങൾ ലംഘിക്കുന്നവർ തന്നെയാണ്. അള്ളാഹുവിൻ്റെ നിയമങ്ങളെ ഒട്ടും ലംഘിക്കാതെ പൂർണ്ണമായിട്ടും അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കൊത്ത് മാത്രം പ്രവർത്തിക്കുന്ന മനുഷ്യരുണ്ട്. മഅസൂമുകളായ ആളുകൾ അവർ ന്യൂനപക്ഷമായിരിക്കും. എന്നാൽ മനുഷ്യർ ചെയ്യുന്ന ഈ പാപങ്ങളെല്ലാം ഒരേ നിലവാരത്തിലുള്ളവയല്ല. ചില പാപങ്ങൾക്ക് അതീവ ഗുരുതരമായ സ്വഭാവമുണ്ട്, മറ്റു ചില പാപങ്ങൾ അത്ര ഗൗരവകരമായതല്ല. അള്ളാഹുവിനോട് അടിമകൾ ചെയ്യുന്ന നിയമലംഘനങ്ങളെ 4 ബഹുമാനപ്പെട്ട ഇമാമുകൾ വിഭജിക്കുന്നുണ്ട്. ഒരിനം പാപങ്ങളുണ്ട്, അത് അള്ളാഹു തആലാന്റെ അടുത്ത് ഏറെ ഗൗരവകരമായ ഒരിനം പാപമാണ്. അതായത് ഈ ലോകത്ത് വെച്ചുകൊണ്ട് തന്നെ ആ പാപത്തിൽ നിന്ന് പിന്തിരിയുകയും തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്തിട്ടില്ല എങ്കിൽ നാളെ പരലോകത്ത് അള്ളാഹു പൊരുത്തപ്പെട്ട് കൊടുക്കുകയില്ല എന്നും ശാശ്വതമായി നരകത്തിൽ കഴിയേണ്ടി വരികയും ചെയ്യുമെന്ന് മുന്നറിയിപ്പ് നൽകിയതായ പാപം ഇതാണതിൽപ്പെട്ട ഒരു ഇനം. ഇതാണ് ശിർക്ക്. അതൊരിക്കലും അള്ളാഹു തആല പൊറുക്കുകയില്ല. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുത്ത് ഒരിക്കൽ ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അയ്യുദംബി അക്ബറു ഇൻദല്ലാ, പാപങ്ങളെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും വലിയ പാപം ഏതാണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി, അൻ തദ്ഉവ ലില്ലാഹി നിദ്ദ വഹുവ ഖലഖക, നീ അള്ളാഹു തആലാക്ക് സമക്കാരുണ്ട് എന്ന് നീ വാദിക്കുക, നീ അള്ളാഹു തആലാക്ക് സമക്കാരുണ്ടെന്ന് നീ ജൽപ്പിക്കുക. വഹുവ ഖലഖക, ആ റബ്ബാണ് നിന്നെ പടച്ചത്, അതിൽ മറ്റാർക്കും പങ്കാളിത്തമില്ല. എന്നിട്ട് അള്ളാഹു തആലാക്ക് സമക്കാരായി മറ്റുള്ളവരുണ്ടെന്ന് നീ ജൽപ്പിക്കുക. ഇതാണ് അള്ളാഹു തആലാന്റെ അടുത്തുള്ള ഏറ്റവും വലിയ പാപമെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിവരിച്ചു കൊടുത്തു. ഈ പാപം ചെയ്ത ആളുകൾക്ക് നാളെ പരലോകത്ത് ഒരിക്കലും രക്ഷ പ്രതീക്ഷിക്കേണ്ടതില്ല. അള്ളാഹു വിശുദ്ധമായ ഖുർആനിൽ ഈ കാര്യം വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അള്ളാഹുവിനോട് പങ്കു ചേർക്കുക എന്ന ആ തെറ്റ് അള്ളാഹു തആല ഒരിക്കലും പൊറുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതിൽ താഴെയുള്ള പാപങ്ങളെ അള്ളാഹു തആല പുറത്തേക്കും. അള്ളാഹിനോട് പങ്കു ചേർക്കുക എന്ന ശിർക്ക്, അതുപോലെ തന്നെ അള്ളാഹു തആല വിശ്വസിക്കാൻ പറഞ്ഞിരിക്കുന്ന വിശ്വാസകാര്യങ്ങൾ വിശ്വസിക്കാതിരിക്കുക എന്ന കുഫർ, ഇത് അള്ളാഹു തആല ഒരിക്കലും പൊറുക്കുന്നതല്ല. അതിൽ താഴെയുള്ള പാപങ്ങളൊക്കെ അവൻ പുറത്തേക്കും. ഈ പാപവുമായിട്ട് മരണപ്പെട്ടു പോയ ആളുകൾ അതിന് ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് അള്ളാഹു തആല പറയുന്നു, വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഇഫ്തറ ഇസ്മൻ അളീമ, അള്ളാഹുവിനോട് ആരെങ്കിലും പങ്കു ചേർക്കുകയാണെങ്കിൽ അവൻ വല്ലാത്ത കുറ്റമാണ് ചെയ്തിരിക്കുന്നത്, ഭയങ്കരമായ തെറ്റാണ് ചെയ്തത് എന്ന് അള്ളാഹു തആല പറയുന്നുണ്ട്. പാപങ്ങളെ കൂട്ടത്തിൽ രണ്ടാമത്തെ ഇനം വൻപാപങ്ങളാണ്. വൻപാപങ്ങളെന്ന് പറഞ്ഞാൽ ആ വാക്ക് തന്നെ സൂചിപ്പിക്കുന്നത് പോലെ അത് മഹാപാതകങ്ങളാണ്. അള്ളാഹു തആലാന്റെ അടുത്ത് ഏറെ ഗൗരവകരമായ പാപങ്ങളാണത്. വ്യഭിചരിക്കുക, നിസ്കാരം ഉപേക്ഷിക്കുക, മദ്യപിക്കുക പോലത്തെല്ലാം അതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇത്തരം പാപങ്ങൾ ഒരാളെ ഭാഗത്തിൽ നിന്നുണ്ടായാൽ അതിൽ നിന്ന് അദ്ദേഹം തൗബ ചെയ്ത് മടങ്ങിയിരിക്കൽ നിർബന്ധമാണ്. അഥവാ തൗബ ചെയ്ത് മടങ്ങിയില്ലെങ്കിൽ ഒരുപക്ഷേ പരലോകത്ത് വെച്ചുകൊണ്ട് അള്ളാഹു തആല പൊരുത്തപ്പെട്ട് കൊടുത്തേക്കാം, പൊരുത്തപ്പെട്ട് കൊടുക്കാതിരിക്കുകയും ചെയ്തേക്കാം. എന്തായാലും തൗബ ചെയ്യൽ നിർബന്ധമായ പാപങ്ങളാണ് വൻപാപങ്ങൾ. മൂന്നാമത്തൊരിനം പാപങ്ങളുണ്ട്, അത് ചെറുപാപങ്ങൾ എന്നാണ് നാം അതിന് പറയാറുള്ളത്. സ്വഗായിറുകൾ, സ്വഗീറത്തുകൾ. അത് അള്ളാഹു തആലാനടുത്ത് അതും തെറ്റാണ്, ഹറാമായ കാര്യമാണ്, നിഷിദ്ധമായ കാര്യമാണ്. എങ്കിൽ തന്നെ അത്തരം പാപങ്ങൾ ഒരാളെ ഭാഗത്തിൽ നിന്നുണ്ടായാൽ അവൻ നടത്തുന്ന ഇസ്തിഗ്ഫാർ കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് സൽക്കർമ്മങ്ങളെ കൊണ്ടോ അത് പൊറുക്കപ്പെട്ടേക്കും. അതായത് നോമ്പനുഷ്ഠിക്കുമ്പോൾ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് പറയുന്നതും, നിസ്കരിക്കുമ്പോൾ അതുകൊണ്ട് പാപങ്ങൾ പൊറുക്കപ്പെടുന്നുണ്ട്, ഒളു എടുക്കുമ്പോൾ ഒളു എടുത്ത വെള്ളത്തിലൂടെ പാപങ്ങൾ ഒഴുകിപ്പോകുന്നുണ്ട്. ഇതെല്ലാം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനങ്ങളിലുള്ളതാണ്. ഇങ്ങനെല്ലാം പൊറുക്കപ്പെടുമെന്ന് പറയുന്ന ഈ പാപങ്ങളെല്ലാം ഈ സ്വഗീറത്തുകളാണ്, ചെറുപാപങ്ങളാണ്. ഇസ്തിഗ്ഫാറിലൂടെയും സൽക്കർമ്മങ്ങളുടെയും പൊറുക്കപ്പെടുന്നതായ പാപങ്ങൾ. ഈ മൂന്നുമല്ലാത്ത മറ്റൊരു നാലാമത്തെ ഇനം പാപങ്ങളുണ്ട്. ഏറെ ശ്രദ്ധിക്കേണ്ടതും അതീവ അപകടകരവുമായ പാപങ്ങളാണത്. അതായത് ഇതര മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ടതായ പാപങ്ങൾ. മറ്റുള്ള ആളുകളെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്നതോ അവർക്ക് സാമ്പത്തികമായോ ശാരീരികമായോ പരിക്കേൽപ്പിക്കുകയോ ചെയ്യുന്നതായ പ്രവർത്തനങ്ങൾ, വാക്കുകൾ, ഇതാണ്
അടിമകളുമായി ബന്ധപ്പെട്ട പാപങ്ങൾ. ഇത്തരം പാപങ്ങളിൽ മനുഷ്യൻ്റെ ഭാഗത്തിൽ നിന്നുണ്ടാവുകയാണെങ്കിൽ അത് പൊരുത്തപ്പെടണമെങ്കിൽ അത് സൃഷ്ടികളുമായി തന്നെ പറഞ്ഞു തീർക്കേണ്ടവ പറഞ്ഞു തീർക്കണം, കൊടുത്തു തീർക്കേണ്ടവ കൊടുത്തു തീർക്കണം. അല്ലാത്ത പക്ഷം നാളെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ ഈ ആരാണോ ഉപദ്രവിച്ചവനെങ്കിൽ, ആരാണ് തെറ്റ് ചെയ്തവനെങ്കിൽ അവൻ്റെ സൽക്കർമ്മങ്ങളെ വീതം വെച്ച് ആരെയാണോ ഉപദ്രവിക്കപ്പെട്ടതെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട അവസ്ഥയായിരിക്കും. സൽക്കർമ്മങ്ങൾ ഇല്ലാതെയാകുമ്പോൾ ഉപദ്രവിക്കപ്പെട്ട ആളുകളെ തിന്മകളെ ഈ ഉപദ്രവിച്ചതിലേക്ക് ഇങ്ങോട്ട് നൽകിയിട്ട് അതിൻ്റെ പാപഭാരം പേറേണ്ട അവസ്ഥയായിരിക്കും ഉണ്ടാവുക. എത്ര അപകടകരമായ അവസ്ഥയാണിത്. ഇങ്ങനെ 4 ബഹുമാനപ്പെട്ട ഇമാമുകൾ പാപങ്ങളെ വേർതിരിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കൽപ്പനകളെ പൂർണ്ണമായി അനുസരിച്ച് ജീവിക്കുന്ന സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.